എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് സൺഡേ സ്കൂളിലെല്ലാം പഠിച്ചവരാണ്. ആ സമയം മുതലേ എനിക്കറിയാവുന്നൊരു എൻ്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ട് തന്നെയാണ്. എനിക്ക് എത്രത്തോളം ആ സാക്ഷ്യം ഇൻസ്പിറേഷനായോ അതുപോലെ തന്നെ നിങ്ങളിലേക്കും അത് എത്തിക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ആ പഴയ ജീവിതാവസ്ഥയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? താങ്ക് യു ടോപ്സി. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് മീനു. 4 വർഷമായിട്ട് ഞാൻ UK കുടുംബമായിട്ട് സ്പ്രിംഗ് വാലി ചർച്ച് ലൂട്ടണിൽ ആരാധിച്ചു പോന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എൻ്റെ ടെസ്റ്റ് മണി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി ഞാനൊരു വചനം പറയാൻ ആഗ്രഹിക്കുന്നു. Psalm 30:11. ഇനി എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി എൻ്റെ രട്ടും അഴിച്ചു എനിക്ക് സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ചിലർക്കത് വേദനയായിരിക്കാം, ചിലർക്ക് അസുഖങ്ങളായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അങ്ങനെ പലർക്കും പല രീതിയിലും ആയിരിക്കാം. എനിക്ക് നിങ്ങളോടത് പറയാനുള്ളത്, നമ്മുടെ വേദനയിലും പ്രയാസങ്ങളിലും ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ നിശബ്ദതയെ സോങ് ആക്കാനും നമ്മുടെ വിലാപത്തെ നൃത്തമാക്കാനും നമ്മുടെ ദുഃഖത്തെ മാറ്റുവാനും കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ സാക്ഷിയും. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത്. അതൊരു സൂയിസൈഡായിരുന്നു. എന്നാൽ അതൊരു മർഡർ കേസായിട്ട് എൻ്റെ പപ്പയെ ജീവപര്യന്തം ജയിലാകുകയും 14 വർഷത്തോളം എൻ്റെ പപ്പ ജയിലിലായിരുന്നു. അങ്ങനെ അവിടെ തീർത്തും അനാഥമായി തീർന്ന ഞാനും എൻ്റെ ബ്രദറും ഒരു ഓർഫനേജിലാവുകയും ചെയ്തു. ആ ജീവിത കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു സന്തോഷമില്ലാതെ വളരെ നിരാശയായിട്ടിരുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു അന്നേരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. എനിക്ക് നല്ല ഒരു വിദ്യാഭ്യാസം വേണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആകെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം, എനിക്ക് നല്ല വസ്ത്രം ഇടണം എന്ന് മാത്രമുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം. ആ സമയത്തിലാണ് എൻ്റെ പപ്പ ജയിലിൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തത്. അങ്ങനെ ഒരു മറുവശത്ത് എൻ്റെ പപ്പ ജയിലിൽ മക്കളെക്കുറിച്ചുള്ള വേദന, മക്കൾക്ക് ആരുണ്ടാകും അങ്ങനെയുള്ള നിരാശയിൽ തീർച്ചും ദുഃഖത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി കഴിഞ്ഞിരിക്കുന്ന സമയത്തിലാണ് പപ്പയ്ക്ക് കർത്താവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനും സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പപ്പ പുറത്തു വന്നപ്പോൾ സ്നാനപ്പെട്ടു, പരോളിന് വന്നപ്പോൾ സ്നാനപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയത്തിലാണ് പപ്പയുടെ രണ്ടാമത് പപ്പ വിവാഹം ചെയ്തു. അങ്ങനെ സ്നാനപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് പപ്പേനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്നേരം ഹോസ്റ്റലായിരുന്നു, ഓർഫനേജിലായിരുന്നു. അങ്ങനെ പുറത്തു വന്ന ഞങ്ങൾ അവധിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് തങ്ങുവാൻ പോലും ഒരു ഇടം ഇല്ലാതെ ഞങ്ങൾ വീടില്ലാതെ രാത്രിയിലും താമസിക്കാൻ സ്ഥലങ്ങളില്ലാണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചും മറ്റുള്ളവരുടെ കടകളിലെ കോറിഡോറിലൊക്കെ കിടന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷം ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല. ദാവീദ് കരഞ്ഞതുപോലെ, ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം വരത്തില്ല എന്ന് കരുതിയിരുന്ന നാളുകളായിരുന്നു അന്നേരമെല്ലാം. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ട്രാക്റ്റ് കിട്ടി. അതിൽ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അങ്ങനെ ഞാൻ അത് മുഴുവനും വായിച്ചു. അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ നരകം ഫുള്ള് കാണിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ അവിടെ കുറേ പേര് കരയുകയും അതിൽ ഞാൻ ഒരു സ്ത്രീയെ എനിക്ക് പെട്ടെന്ന് കാണുന്ന പോലെ തോന്നി. ആ സ്ത്രീ ഭയങ്കരമായിട്ട് കരയുന്നത് പോലെ. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റപ്പോൾ എനിക്കത് എൻ്റെ അമ്മയായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫോട്ടോയിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അത് എൻ്റെ അമ്മയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മച്ചിയുടെ അടുത്തോട്ട് ചെന്നു. അമ്മച്ചി, ഞാൻ മരിച്ചുപോയാൽ ഞാൻ നരകത്തിൽ പോകും, എനിക്ക് മരിക്കാൻ പേടിയാ എന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നീ കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയും. അങ്ങനെ എനിക്ക് രക്ഷാവാചകം ചൊല്ലിത്തന്നു. ഞാൻ ആ നിമിഷം തന്നെ കർത്താവ് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു സമാധാനം, എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവ് മതി എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. ആ സ്നാനപ്പെട്ട നാളുകൾ തൊട്ട് ഒരിക്കലും മറ്റുള്ളവർ എന്നെ വിലയിരുത്തിയിരുന്ന സമയത്ത് എനിക്കൊരു ഭാവി ഉണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന സമയത്ത് എനിക്ക് പഠിക്കുവാനൊന്നും ഒരു കഴിവില്ലായിരുന്നു. പക്ഷെ എനിക്ക് നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുവാനും എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാനും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരിക്കലും എൻ്റെ വിവാഹം നടക്കില്ല എന്ന് മറ്റുള്ളവർ വിലയിരുത്തിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ജയിൽപ്പുള്ളിയുടെ മക്കൾ എന്ന് വിലയിരുത്തി മുദ്ര കുത്തിയിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ചു. എനിക്ക് 2 കുട്ടികളെ ലഭിച്ചു. ഇപ്പോൾ ഞാൻ UK സെറ്റിൽഡ് ആയിരിക്കുന്നു. എനിക്ക് നല്ല ജീവിതം ലഭിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു.
ജീവിതം പലപ്പോഴും ഇതുപോലെ ദുഃഖവും വേദനയും നിറഞ്ഞതായിരിക്കാം. പലപ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിൽ കൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും തകരാതെ നമ്മുടെ കർത്താവ് യേശുവിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് യേശുവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തെ അത് രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയും. എത്ര കൊടുങ്കാറ്റിലും ശാന്തത വരുത്താൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതിനാൽ എൻ്റെ ടോപ്സിയോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത്. ഒരിക്കലും എനിക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ, അതിൽ കൂടുതലും സമാധാനം, സന്തോഷം. ഞാൻ ഈ വചനം പഠിക്കുമ്പോൾ, ഞാൻ കർത്താവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് നല്ലൊരു ജീവിതമാണ്. അത് ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല, ആത്മീകമായിട്ട് നോക്കുമ്പോഴും ഞാൻ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്. അതാണ് നിങ്ങളും ചെയ്യേണ്ടത് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരെ ഇതുപോലെ സാക്ഷ്യമാക്കാൻ കർത്താവിന് കഴിയും. ആമേൻ.